ഫ്രണ്ട്സ്, വെൽക്കം ടു അമേസിംഗ് കുക്കിംഗ്. ഞാൻ മഞ്ജുശ്രീ. ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ അതും ഈസി ആയിട്ട് എങ്ങനെയാണ് ഹൽവ തയ്യാറാക്കുന്നതെന്നാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. പാലും പഞ്ചസാരയും ചൈന ഗ്രാസുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഹൽവ തയ്യാറാക്കാനായിട്ട്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചൈന ഗ്രാസ്. ഇത് 8 ഗ്രാം ചൈന ഗ്രാസിൻ്റെ ഒരു പാക്കറ്റാണ്. അത് ഞാൻ ചെറിയ പീസസ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. 1/2 ലിറ്റർ പാൽ വേണം. പിന്നെ വേണ്ടത് 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 4 ഏലക്ക പൊടിച്ചെടുത്തത്. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് നമുക്ക് ഈ പാലൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. പാല് തിളച്ച് വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എടുത്തു വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ചൈന ഗ്രാസ് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. ഈ സമയം കൊണ്ട് ഇത് നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വരും. എന്നിട്ട് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ചൈന ഗ്രാസ് ചെറുതായിട്ട് സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ചൈന ഗ്രാസ് മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് ഡിസോൾവ് ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പാലിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. പഞ്ചസാര ചേർത്തതെന്നൊക്കെ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് സൊല്യൂഷൻ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരിക്കലും ഇത് ചേർത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് വെക്കരുത്. ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് പോകും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടിയൊന്നും ഇല്ലാണ്ട് പാടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാലിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പാടയൊന്നും ഇല്ലാതെ കട്ടിയൊന്നും ഇല്ലാതെ ഇത് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കൊരു സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഹൽവ സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു ഗ്ലാസ് ബൗളാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് അടി കുറച്ച് പരന്ന രീതിയിലുള്ള ഒരു ഗ്ലാസ് ബൗളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രമോ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇത് റൂം ടെമ്പറേച്ചറിലിരുന്ന് ഒന്ന് ചെറുതായിട്ട് തണുത്ത് വരട്ടെ. അങ്ങനെ തണുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബദാം സ്ലൈസായിട്ട് അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മിക്സ് ഒന്ന് തണുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് സെറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ കാരണം ഇത് ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലിന് അടിയിലേക്ക് താഴ്ന്നു പോകും. ഇപ്പോൾ ചെറുതായിട്ട് കട്ടിയായിട്ടുള്ളത് കൊണ്ട് ഇത് അതിന് മിക്സിന് മേലേക്ക് പൊങ്ങിക്കിടക്കും. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മാത്രം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഞാൻ ഇതിൻ്റെ മേലേക്കൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്, നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു 1 or 2 അവർ ഒന്ന് റെഫ്രിജറേറ്റർ ചെയ്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. 2 മണിക്കൂർ റെഫ്രിജറേറ്റർ ചെയ്തെടുത്ത ഹൽവയാണിത്. നമുക്കിനി ഇത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് എനിക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഹൽവ കറക്റ്റ് പാകമാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ചെറിയ പീസസ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റിയായ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഈ ഹൽവ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ അടുത്തായിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം ഇതിൽ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.